താങ്കണക്ക ദില്ലം ദില്ലം ദളങ്കണക്ക ചെണ്ടമൃതംഗം മേലക്കാവിൽ പൂരക്കാവടി പീരിക്കോരടി പാണ്ടിപ്പടയടി മേളം. എത്ര സ്പീഡിലാണ് ഏമാത്രിക്കൂട്ടം കച്ചേരിക്ക് കൊണ്ടുപുറത്തിൽ ചാടി ഇടപെടി. എനിക്ക് പാട്ട് കേട്ടപ്പോഴത്തേക്കും ഇടയ്ക്കത്തെ മ്യൂസിക് 4612 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല. അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഇടുങ്ങി കിടക്കുന്ന സ്ഥാനത്ത് തന്നെയാണ് ഇടുക്കി എന്ന് പറഞ്ഞത്. സൂപ്പർ ഫാമിലിയുടെ ഫിനാലയിലേക്ക് കടക്കാൻ പോകുന്ന ആ ഫാമിലി പഴനിമല മുരുകന് പള്ളിവേലായുധോ പാറിപ്പറക്കുന്ന പൊന്മയിൽ വാഹനോ മാർഗഴി തിങ്കളോ ജ്ഞാനപ്പഴമോ വരിക വരിക വടിവേല ഹരഹരോ ഹരഹര ഹരഹരോ ഹര. ദില്ലം ദില്ലം ദളങ്കണക്ക ചെണ്ടമൃതംഗം മേലക്കാവിൽ പൂരക്കാവടി പീരിക്കോരടി പാണ്ടിപ്പടയടി മേളം. ഓ കാവടി മേളം. ഹേ നാട്ടുകാരി കച്ചമുറുക്കണ വാൾപ്പയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വലം പിരികെട്ടി തോതിരകടകം മിരിയും തരികിട താളം. ഓ കടകൻ താളം. ഓ മരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദിപ്പുകിലുണ്ടേ. ഹേ കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദിപ്പുകിലുണ്ടേ. സതിരുണ്ടേ സംഗീത ശിരോമണി തങ്കവേലുവയ്യൻ കാൾ തില്ലാന മോഹനമ്പാൾ. ഒരു പൊയ്ക്കാൽ കുതിരമേൽ തനിച്ചിരുന്നുറങ്ങുന്ന വെങ്കിടേശ. വെങ്കിടേശ നക്കില മുക്കില വായില കുഞ്ഞിലെ ഒച്ചിക്കിഴന്നിന് തേവാരത്തിന് തൈമാസത്തിലെ കല്യാണത്തിന് കറുകറുകെ ചോളം ചാവയും കൊയ്തെടുക്ക് തങ്കമെട് തട്ടാഞ്ചക്ക മാറിയമൻ കുടമെട് ആ കുടമെട്. ഏതാങ്കണക്ക ഏതളാങ്കണക്ക ഏതാങ്കണക്ക ദില്ലം ദില്ലം തളാങ്കണക്ക ചെണ്ടമൃതംഗം മേലക്കാവിൽ പൂരക്കാവടി പീരിക്കോരടി വാണ്ടിപ്പടയടി മേളം. ഓ കാവടി മേളം. ഓ കാവടി മേളം. ഓ കാവടി മേളം. ശങ്കരനുണ്ണി കുടമാളും കേശവരങ്ങനെ പല കൂട്ടം കോല കൊമ്പൻ നിരന്നേ. അമ്പൊക്കി തമ്പ്രാൻ ഗണപതി വമ്പേക്കും വാമനമൂത്ത് മനമേഘ മനതാരിൽ തെളിഞ്ഞേ. എതിരെ ഇനിയും മരുതു കുരുതി മകനെ കലികാല കുലദൈവമേ. ഏകാലങ്ങാട്ടെ ചെന്നച്ചാറുടെ ചെറുമകളോട് കഴമിയമ്മിക്കൊമ്പിയുടക്കി കച്ചമുറുക്കി മെഴുക്കുവഴറ്റി ചുറ്റി നടന്നിട്ടമ്പലമുറ്റ തറയാത്തറ കഥകളി മേളം കണ്ടുമടങ്ങി വരുമ്പോൾ കീചകവേഷം കെട്ടിരിച്ചുടഞ്ഞ് മുറിച്ച കഴിഞ്ഞത്. അയ്യയ്യേ മച്ചമ്പിയേ നാളറിഞ്ഞേ കൊച്ചമ്പിയേ. അയ്യയ്യേ മച്ചമ്പിയേ നാളറിഞ്ഞേ കൊച്ചമ്പിയേ. ഏതാങ്കണക്ക 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 ദില്ലം ദില്ലം ദളാങ്കണക്ക ചെണ്ടമൃതംഗം മേലക്കാവിൽ പൂരക്കാവടി പീരിക്കോരടി പാണ്ടിപ്പടയടി മേളം. ഓ കാവടി മേളം. ഓ കാവടി മേളം. ഓ കാവടി മേളം. കൊമ്പിലിരുന്ന് കാത്തിരുന്നു വിളിച്ചു ഒറിയെന്നു മറിമായം വേണ്ടേ. കുമ്പാണ കോണകമോടെ കുഞ്ഞാന കളിച്ചു നടക്കും കരുമാടി ചെറുക്കാൻ നീ പോടാ. എരിയും കുഴലിൽ എരിഞ്ഞ കരിഞ്ഞ കഴുക്കോ ഊരാതെ എൻ മാമലേ. ഏമാത്രിക്കൂട്ടം കച്ചേരിക്ക് കണ്ടുപുറത്തിൽ ചാടി ഇടപെടി വെരുവഴി ഓടി മറഞ്ഞു ഭൂതപ്രേത പിശാച
കാശു കണക്കെ കൂകി വിളിച്ചു കാടുകുലുക്കി കൊമ്പുകുലുക്കി കരിവരനായ മലമ്പാറോടെ കരിമ്പു കണക്കൊളിയുണ്ടി ഉടച്ചു അയ്യയ്യേ പച്ചമ്പിയേ നാടറിഞ്ഞേ കൊച്ചമ്പിയേ അയ്യയ്യേ പച്ചമ്പിയേ തളങ്കടക്ക ചെണ്ടമൃതംഗം മേലെ കാവിൽ പൂരക്കാവടി വീരിക്കോരടി പാണ്ടിപ്പറയടി മേളം കാവടി മേളം കാവടി മേളം കാവടി മേളം കാവടി മേളം പഴയടി മേളം ആ പഴയടി മേളം ആ കാവടി മേളം കാവടി മേളം പഴയടി മേളം ആ പഴയടി മേളം ആ കാവടി മേളം കാവടി മേളം ആ പഴയടി മേളം ആ പഴയടി മേളം ആ കാവടി മേളം. എന്നാലും സ്പെഷ്യൽ പെർഫോമൻസ് തകർത്തു. നമുക്ക് ഒരു അത് രണ്ടുപേരും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കൂടെ തന്നെ രണ്ടുപേരും ആകെ പ്രശ്നമായത്. ഇവിടെ അടുത്തൊന്നൊക്കെ കേൾക്കുമ്പോഴാണ്, അതായത് അല്ല എത്ര സ്പീഡിലാണ് ഓരോരോ ചടപടേന്നോടുന്ന ലിറിക്സ് ആണല്ലോ ഈ പാട്ട്. ഗാനമേളയ്ക്ക് വന്നിട്ട് ആൾക്കാർ ചോദിക്കുന്നത് എങ്ങനെ പാടണേന്ന്. അതെ, അതാണ്. അല്ല, അതിനെ റെക്കോർഡിങ്ങിലൊക്കെ എം ജി ചേട്ടൻ പാടിയങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടിപ്പോകും. അതുപോലെ പറിച്ച് ഞങ്ങൾ തന്നെ എഴുതിയെടുത്താണ് പാട്ട് പഠിച്ചത്. പറയെന്ന് എഴുതി വെച്ചേക്കുക. ശരിക്കും പാടില്ല, മറ്റേ വാക്ക് കുഴഞ്ഞു. അതെ, ഓരോ വാക്കുകളും, അതും ഗ്യാപ്പ് പോലും ഇല്ലല്ലോ. അത് അവിടെ നിന്ന് കേൾക്കുന്നേക്കാളും അടുത്ത് നിന്ന് കേൾക്കുമ്പോ അതിന്റെ ഒരു ഇമ്പാക്ട് മനസ്സിലാവും. ശ്രീകുമാർ ചേട്ടനാണെങ്കിൽ ഇതിന്റെ ഉസ്താദാണ്. ഒരുപാട് പാട്ടുകളുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ അല്ലേ. സോ നല്ലൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആയിരുന്നു. സ്പെഷ്യൽ എന്ന് പറഞ്ഞപ്പോ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. സ്പെഷ്യല് ശരിക്കും സ്പെഷ്യൽ ആയിട്ട് തന്നെ ഉണ്ട്. അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നമുക്കിനി നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ അറിയാനുള്ള സമയമാണ്. കാത്തിരിക്കും. ഫാമിലി വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ 1ാം സ്ഥാനത്തെത്തുന്ന വിജയിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. 2ാം സ്ഥാനത്തെത്തുന്ന വിജയിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് എലൈറ്റ് ഡെവലപ്പേഴ്സ് ബിൽഡിംഗ് ലൈഫ് സ്റ്റൈൽസ്. 3ാം സ്ഥാനത്തെത്തുന്നവർക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് സൂപ്പർനോവ ഫുഡ്സ്. ഫാമിലി വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് റൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്, അതായത് ഡിബേറ്റ് റൗണ്ട്. നിങ്ങളുടെ പെർഫോമൻസുകളുടെ ഒരു എന്താ പറയുക, വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു പെർഫോമൻസ് തന്നെയായിരിക്കും ഈ ഡിബേറ്റ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഒരാളെ സംസാരിച്ച് തളർത്തുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കഴിവ് തന്നെയാണ് അല്ലേ. നമ്മുടെ മിയ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സബ്ജക്റ്റ് ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ടീമിൽ നിന്ന് ആദ്യം നമുക്ക് അടിമാലി ബ്രദേഴ്സ് എന്ന് ആരാണ് വരാൻ പോകുന്നത്? ഓ, ചാടി രാജേഷ് അങ്ങ് കൈപൊക്കി തർക്കിക്കാൻ റെഡി ആയിട്ട്. ശരി, ഇനി വടക്കൻ ഫാമിലിന്ന് ആരാണ് വരാൻ പോകുന്നത്? ഞാൻ തന്നെ വരാം. യെസ്, മണിദാസ് ഏട്ടൻ തന്നെ വരാൻ സമ്മതിച്ചു. അപ്പം രണ്ടുപേരും വരിക. അപ്പോൾ അങ്ങനെ രണ്ടുപേരും ഉഷാറായിട്ട് വന്നിട്ടുണ്ട്, ഡിബേറ്റിന് തർക്കിക്കാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം സബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. മിയ പറയൂ. എന്റെ നാട് സുന്ദരം. അടിപൊളി. അത് നിങ്ങളുടെ നാട് പറയൂ. എന്റെ നാട് ഇടുക്കിയാണ്. ഇടുക്കി. കോഴിക്കോട് ജില്ലയിലെ പയ്യോടി എന്ന് അമ്മേ, അപ്പോ ഇടുക്കിയും കോഴിക്കോടും തമ്മിലുള്ള ഒരു യുദ്ധമാണോ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ നമ്മുടെ ടീം മെമ്പേഴ്സിലും കുറെ പേര് കോഴിക്കോടുണ്ട്, ഇടുക്കിയിലുള്ളവരുണ്ട്. അപ്പൊ അവർക്കും ഒരു ആവേശമായിരിക്കും. അപ്പൊ മണിച്ചേട്ടൻ പറയുമ്പോ കോഴിക്കോടിനെ കുറിച്ചങ്ങ് വർണ്ണിച്ച് അടിപൊളിയായിട്ട് സംസാരിക്കണം. ഇവിടെ ഇടുക്കിയിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒറ്റ കാര്യം പറയാനുള്ളത്, നമ്മൾ വിഷയത്തിൽ നിന്നൊന്നും വിട്ടുപോകാൻ പാടില്ല. ടു ദി പോയിന്റ് ആയിരിക്കണം. ഏതാണ് സുന്ദരം എന്നുള്ളത് നിങ്ങൾ ആ ഒരു പോയിന്റിലേക്ക് എത്തണം. സുന്ദരം എന്തുകൊണ്ട് എന്റെ നാട് സ്പെഷ്യൽ ആണ്, അങ്ങനത്തെ കുറെ പോയിന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അതിനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ ഓക്കെ, റെഡി. 1972 ജനുവരി 26-ാം തീയതിയാണ് നമ്മുടെ ഇടുക്കി ജില്ല രൂപീകരണപ്പെടുന്നത്. നമ്മുടെ കേരളത്തിലെ 14 ജില്ല എടുത്തു കഴിഞ്ഞാൽ 14 ജില്ല നടുക്ക് നിൽക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ 4612 ചതുശ്ര അടി വിസ്തീർണമുള്ള ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിൽ ഏറ്റവും ഇപ്പൊ ഇത്തരം ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. ഓരോ ആളുകളുടെ ജില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിരിക്കും. അതിൽ കാര്യമില്ല, ഇത് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടുത്തിയേക്കാണ് ഏറ്റവും വലിയ ജില്ല എന്ന നമ്മുടെ ഇടുക്കി ജില്ലയാണ്. പറയുന്നത് നിങ്ങളുടെ നാട് ഏറ്റവും മനോഹരമാണ്. അപ്പൊ എനിക്കും പറയാനുള്ളത് കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞാൽ കോഴിക്കോട് പയ്യോളി എന്ന് പറയുന്നത് പ്രകൃതി രമണീയമായ 3 പുഴകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് പയ്യോളി. പയ്യോളിയിൽ പുഴകളെക്കാൾ ഏറ്റവും വലുതെന്ന് നമ്മുടെ ഇടുക്കി അണക്കെട്ടാണ്. കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന അണക്കെട്ടാണ്. ഞങ്ങളൊന്ന് വിചാരിച്ചാൽ മതി, നിങ്ങളൊക്കെ ഒന്നും ഒരിക്കലും വെട്ടം പോലും കാണാത്ത സ്ഥലമാണ് പയ്യോളി. ഈ പയ്യോളി അല്ല, ഇനി
കോഴിക്കോടല്ല കണ്ണൂരിലെ കാസർഗോഡ് എവിടെ വന്നാലും ഇടുക്കി ജില്ലക്കാർ ഇടുക്കി എന്ന് വിചാരിച്ചാൽ പറയുന്നത് നിങ്ങളെ വീട്ടിൽ വെട്ടം കത്തോളൂ. അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഇടുങ്ങി കിടക്കുന്ന ഒരു സ്ഥാനത്ത് തന്നെയാണ് ഇടുക്കി എന്ന് പറയുന്നത്. അതുപോലെ ഗോത്രവർഗം ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ജില്ല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ല നമ്മുടെ ഇടമലക്കുടിയാണ്. അത് അങ്ങനത്തെ സ്ഥലം പോലും നിങ്ങളുടെ നാട്ടിൽ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇന്ത്യയുടെ അഭിമാനമായ പി.ടി. ഷാ എന്ന് പറയുന്ന സ്പ്രിന്റ് റാണിയെ നമ്മൾ വാർത്തെടുത്തത് പയ്യോളിയിൽ നിന്നാണ്, കോഴിക്കോട് പയ്യോളിയിൽ നിന്നാണ്. തീർച്ചയായിട്ടും അഭിമാനകരമായ പാർലമെന്റിൽ പോലും പി.ടി. ഷാ എന്ന് പറയുന്ന സ്ഥാനം തെളിയിച്ചതാണ്. ബീന പാർത്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും കേരളത്തിൽ അറിയപ്പെടുന്ന കേരളത്തിന് പുറത്ത് നാഷണൽ വരെ മെഡൽ മേടിച്ച ഒരു താരമുണ്ട്. കോഴിക്കോട് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രകൃതി പണ്ടുള്ള അത്രയും വലിയ രാജ്യങ്ങളിലുള്ള ആളുകൾ വരെ വന്ന് ചേക്കരുത് ഇടുക്കി മൂന്നാറിലാണ്. മൂന്നാറിൽ ഇപ്പോൾ ഇത്രയും വലിയ മനോഹരമായ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയത് അവിടുത്തെ അത്രയും ദൃശ്യ മനോഹരമായ സ്ഥലങ്ങളും അത്ര കാലാവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടി മാത്രം വേണ്ടിയിട്ടാണ്. നമ്മുടെ കലയെ കുറിച്ച് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ഒരുപാട് കലാ സാംസ്കാരിക സേവന രാഷ്ട്രീയ ഗെയിംസ് രംഗത്തെ അതുല്യരായ ഒരുപാട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുണ്ട് നമ്മുടെ ഇടുക്കി ജില്ല. ബിനു ഒടിമാലിയുണ്ട്, ഷൈജ് ഒടിമാലിയുണ്ട്, മലയാള സിനിമ ജാഫർ ഇടുക്കിയുണ്ട്. മലയാള സിനിമയുടെ ഏറ്റവും കൂടുതൽ മിമിക്രിക്കാരും പാട്ടുകാരും ഉള്ളത് ഇടുക്കി ജില്ലയിൽ. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോടും പയ്യോളിയും പറയുകയാണ് തീർച്ചയായിട്ടും ടൊവിനോ അഭിനയിച്ച തീവണ്ടി എന്ന് പറയുന്ന സിനിമ, അതിലെ എഡിസൺ തുരുത്ത് എന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ നാട്ടിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായി എഡിസൺ തുരുത്ത് അവിടെ നിൽക്കട്ടെ. ഇടുക്കി ജില്ലയിലെ ആളുകൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും മനസ്സിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് അവിടുത്തെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കാര്യമാണ്. ഏറ്റവും കൂടുതൽ സുഗന്ധ വ്യഞ്ജനം. കാരണം നിങ്ങളുടെ വീട്ടിലുണ്ടാക്കണ ഏലക്ക ഗ്രാമ്പു അതൊക്കെ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണ ഞങ്ങൾ തന്നിട്ടാണ്. ഭക്ഷണം എന്ന് പറയുമ്പോൾ പയ്യോളി മിക്സർ ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ ടച്ച് ആയിട്ട് നിൽക്കുന്ന പയ്യോളി മിക്സർ ടച്ചിങ് ആയിട്ട് വരെ ടച്ചിങ് വീട്ടിൽ വെച്ച് കഴിച്ചാൽ മതി. എന്താണ് അല്ല പറയട്ടെ, ടച്ചിങ് എന്ന് പറയുന്നത് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ അതിന് ടച്ചിങ് കഴിച്ചാൽ. ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലക്ക് പേരുണ്ടാക്കുന്ന വോളിബോൾ എന്ന് പറയുന്ന സാധനമുണ്ട്. അറിയാം, വോളിബോൾ കളിക്കാരനാണ്. എനിക്ക് വോളിബോൾ അല്ല, കബഡി പ്ലെയർ കൂടിയാണ്. സംസ്ഥാന സ്കൂൾ കേരളോത്സവത്തിൽ ഒരുപാട് മെഡലുകൾ പറയാനുള്ളത്. നമ്മുടെ കുതിരവട്ടം പപ്പു, മോഹൻലാൽ മാമുക്കോയ, മോഹൻലാലില്ല മാമുക്കോയ, അതുപോലെ തന്നെ മോഹൻലാലില്ല, ഓക്കെ കുഴപ്പമില്ല. എങ്കിൽ തന്നെ ഞാൻ പറയാണ് കോഴിക്കോടിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനകരമായ ഒരുപാട് ആളുകളെയാണ് കോഴിക്കോട് വാർത്തെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയെ കുറിച്ച് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ടൂറിസ്റ്റ് വരുന്ന ഒരു കേന്ദ്രമാണ് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിൽ ഇപ്പൊ അടുത്ത ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലമാണ് ആനക്കുളം. നിങ്ങൾ അവിടെ എവിടെ ആനനെ കാണാൻ പറ്റുമോ? കോഴിക്കോട് പോയി കഴിഞ്ഞാൽ ആനയെ കാണാൻ പറ്റുമോ? കോഴിക്കോട് പോയി കുറച്ച് വേറെ കുറച്ച് ആൾക്കാർ മാത്രമാണ്. ഏറ്റവും കൂടുതൽ ആനയുള്ള ആനക്കൂട്ടമുള്ള സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട് നിന്ന് മാറ്റി വെച്ചാൽ ഇടുക്കി ജില്ലയിൽ ആനക്കുളം എന്ന സ്ഥലത്ത്. ആനക്കുളത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ, അതായത് ടൂറിസ്റ്റുകളായിട്ടുള്ള അതുപോലെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ നിങ്ങൾ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എല്ലാ സ്ഥലങ്ങളും മൂന്നാറിൽ വരും. മൂന്നാറിൽ ഏലക്ക മേടിക്കും, തേയില മേടിക്കും, എന്നിട്ട് അവിടെ കൊണ്ട് കടിയും വെക്കും. ഞങ്ങൾ കുറ്റം പറയും. കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പൊ തീർച്ചയായിട്ടും സിനിമക്കാരെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സ്ഥലമാണ്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ സിനിമ ഏറ്റവും കൂടുതൽ അടുത്തിറങ്ങിയ എല്ലാ പടങ്ങളും എടുത്തു നോക്കാം. മകേഷിന്റെ പ്രതികാരം, അമ്പിളി തുടങ്ങി ഇഷ്ടംപോലെ പടങ്ങൾ എടുത്തു. എല്ലാ പടങ്ങളും 100 ഓടിയത് ഞങ്ങളുടെ ദൃശ്യ മികവ് കൊണ്ട് മാത്രം, ഞങ്ങളുടെ സ്ഥലത്തിന്റെ ഭംഗി കൊണ്ട് മാത്രമാണ് വിജയിച്ചത്. ആ പടം അത്ര വിജയിച്ചത്. സംസ്ഥാന അവാർഡ് വരെ കിട്ടിയത് അതിലത്ത് അഭിനയിച്ച ആൾക്ക് കിട്ടിയത് ആ ഒരു സ്ഥലത്തിന്റെ ക്യാമറമാൻ കിട്ടിയിട്ടുണ്ട്. അതിൽ വർക്ക് ചെയ്യുന്ന മിക്ക ആളുകൾക്കും കിട്ടിയത് ആ ഒരു പടം അത്ര വളരെ മനോഹരമാക്കിയിട്ട് ചിത്രീകരിച്ചത് അവിടെ ആയതുകൊണ്ട് മാത്രമാണ് ഇടുക്കി ജില്ലയിൽ. ഞാൻ വരുന്ന 2 ദിവസം മുമ്പ് ടോവിനോയുടെ പടം ഇടുക്കിയിൽ ഷൂട്ട് ചെയ്യണം. അടുത്ത് കഴിഞ്ഞൊരു പടം ടോവിനോയുടെ, അത് കോഴിക്കോടല്ലേ? ഷൂട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സിനിമാക്കാര് എന്താ ഉല്ലസിക്കാനും ആസ്വദിക്കാനും വരുന്ന ഒരു നാടാണ് ഇടുക്കി, അല്ലേ? അതൊക്കെ പണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇടുക്കിയിൽ വന്ന് മൂന്നാർ വന്ന് അടിച്ച് പൊളിച്ച് കാര്യത്തിൽ പറയുന്നത് കോഴിക്കോടൻ ബിരിയാണി നമ്മുടെ തീർച്ചയായും ഞങ്ങൾ ഇടുക്കിക്കാരുടെ കപ്പ ബിരിയാണി അത്ര ഒന്നും വേറൊരു സ്ഥലത്ത് ബിരിയാണി ഫേമസ് അല്ലെന്ന് ആര് പറയണു? ഇടുക്കി ജില്ലയിലെ ഏറ്റവും അതത്ര ജനകീയമല്ല മിസ്റ്റർ രാജേഷ്. തീർച്ചയായിട്ടും കോഴിക്കോടൻ ബിരിയാണി ഓരോ ആർട്ടിസ്റ്റിൽ പറഞ്ഞ ബിരിയാണിയുടെ കാലമായി ഇപ്പം കുഴിമന്തിയാണ് മൊത്തം. ആർക്കും വേണം ബിരിയാണി? കുഴിമന്തിയാണ് മാറിയ കുഴിമന്തിയാണ് ഇപ്പൊ. ആർക്കും ബിരിയാണി വേണം, കുഴിമന്തിയാണ്. അതൊക്കെ പണ്ട്. ഇത് സമയം തീരാറായില്ലേ? ഇടുക്കി ജില്ലയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഡാമുകള്, ഏറ്റവും കൂടുതൽ പുഴകള്, ഏറ്റവും കൂടുതൽ മലകള് ഉള്ള സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ട്രൈബൽസ് താമസിക്കുന്ന ഒരു സ്ഥലം കൂടെ നമ്മുടെ ഇടുക്കി ജില്ല. ഉഗ്രൻ ഒരു ഡിബേറ്റ് ആയിരുന്നു. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ ഉഗ്രൻ. എനിക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു ആവേശം കയറിപ്പോയി. പ്രത്യേകിച്ച് രാജേഷ് അങ്ങ് എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുന്നുണ്ട്. ആർക്ക് വേണം? അതെ അതെ അതെ, രസമായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നല്ല ടോപ്പിക് ആയിരുന്നു അല്ലേ? നല്ല ടോപ്പിക്, സുന്ദരം. എല്ലാവർക്കും അവനവന്റെ നാടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഒക്കെയാണ്. ആക്ച്വലി കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ എനിക്ക് കൊതി വന്നു. അമ്മേ, ഞാനും മണിയേട്ടനോട് ഞാനിങ്ങനെ എന്താ കോഴിക്കോട് ബിരിയാണി, ഹൽവ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കാണ്. പിന്നെ വലിയൊരു കാര്യം,
കാപ്പാട് ഒരാള് വന്ന് കാലുകുത്തിയ കാര്യമൊക്കെ വാസ്കോഡ് ഗാമ കപ്പലിറങ്ങി ആദ്യമായിട്ട് അറിയാം. അത് ആ സമയത്ത്. പക്ഷെ എന്നാലും പോലും മണിയേട്ടൻ വിട്ടുകൊടുക്കാതെ കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പോയിന്റുകൾ പിടിച്ച് ഈ 5 മിനിറ്റ് നമ്മൾ പോയത് അറിഞ്ഞില്ല. അത്ര ഭംഗിയായിട്ട് പോയി. ആക്ച്വലി ഞാൻ കോട്ടയംകാരിയാണ്. എനിക്ക് ആ ഇടുക്കിയുടെ അടുത്തുള്ളതുകൊണ്ടാണ് എനിക്ക് ആ കപ്പ ബിരിയാണി ഒക്കെ പെട്ടെന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. ഈ ഇടുക്കി ജില്ലയുടെ ചതുരശ്ര മീറ്റർ ഒക്കെ ഇതൊക്കെ എവിടുന്നാണ്? അല്ല, ഇടയ്ക്ക് ഞാനിങ്ങനെ ഇതൊക്കെ വായിക്കണ ആളാണ്. അത് പിന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ട് അറിയില്ല. ഈ കമന്റിൽ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നേരെ രാജേഷിന്റെ കമന്റ് ചെയ്തോളൂ കേട്ടോ. അതെന്നാ ഞാൻ വീട്ടിലായാലും എന്തെങ്കിലും കാര്യങ്ങൾ വൈഫ് എടുത്തിടുമ്പോ ഞാൻ അങ്ങ് തർക്കിക്കും. എനിക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ അങ്ങ് തർക്കിച്ച് ജയിക്കും. അതാണ് പ്രോഗ്രാം കഴിഞ്ഞാലും തർക്കാണ് പേയ്മെന്റിന്റെ കാര്യത്തിൽ. അങ്ങനെയൊക്കെയാണ് രാജേഷിന്റെ ഈ തർക്കം. പക്ഷെ അതിപ്പോ ഉപയോഗപ്പെട്ടു, നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി. എന്തായാലും നമുക്ക് ആ ഒരു ടാഗ് ലൈൻ തന്നെ, എന്റെ നാട് സുന്ദരം, എന്റെ കേരളം സുന്ദരം. സൂപ്പർ. നമുക്ക് മുന്നിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു ടീം ഒരു വടക്കൻ ഫാമിലി. പാടുക സൈകൾ പാടൂ, പാടുക സൈകൾ പാടൂ, നിൻ രാജകുമാരിയെ പാടി പാടിയുറക്കൂ, പാടി പാടിയുറക്കൂ. സ്വപ്നനഗരിയിലെ പുഷ്പശയ്യയിൽ നിന്നാ, സ്വപ്നനഗരിയിലെ പുഷ്പശയ്യയിൽ നിന്നാ മുഗ്ധ സൗന്ദര്യത്തെ ഉണർത്തരുതേ, ആരും ഉണർത്തരുതേ. പാടുക സൈകൾ പാടൂ, പാടുക സൈകൾ പാടൂ. ആയിരത്തൊന്ന് രാവിൽ നീളും കഥകൾ പോലെ ഗായകാ നിർത്തരുതേ നിൻഗാനം, നിൻഗാനം. ആയിരത്തൊന്ന് രാവിൽ നീളും കഥകൾ പോലെ ഗായകാ നിർത്തരുതേ നിൻഗാനം, നിൻ മന്ത്രമധുര വിഷാദസ്വരങ്ങൾ, നിൻ മന്ത്രമധുര വിഷാദസ്വരങ്ങൾ പ്രാണ തന്ത്രികളേറ്റുവാങ്ങും സാന്ത്വനങ്ങൾ. പാടുക സൈകൾ പാടൂ, നിൻ രാജകുമാരി പാടി പാടിയുറക്കൂ, പാടി പാടിയുറക്കൂ. പാടുക സൈകൾ പാടൂ. സ്നേഹസംഗമങ്ങൾ തൻ രോമഹർഷങ്ങൾ തമ്മിൽ വേർപെടുമാത്മാക്കൾ തൻ വേദനകൾ, വേദനകൾ.
സ്നേഹ സംഗമങ്ങൾ തൻ രോമഹർഷങ്ങൾ തമ്മിൽ വേർപെടുമാത്മാക്കൾ തൻ വേദനകൾ ജീവസാഖിയിൽ ഋതുഭേദങ്ങൾ ഉണർത്തി ജീവസാഖിയിൽ ഋതുഭേദങ്ങൾ ഉണർത്തി നീ അതിൽ പാടുരാക്കുയിലേ പാടുക സൈകൾ പാടൂ നിൻ രാജകുമാരിയെ പാടി പാടിയുറക്കൂ പാടി പാടിയുറക്കൂ സ്വപ്നനഗരിയിലെ പുഷ്പശയയിൽ നിന്നാ സ്വപ്നനഗരിയിലെ പുഷ്പശയയിൽ നിന്നാ മുഗ്ധ സൗന്ദര്യത്തെ ഉണർത്തരുതേ ആരും ഉണർത്തരുതേ പാടുക സൈകൾ പാടൂ പാടുക സൈകൾ പാടൂ നമ്മൾ എലിമിനേഷൻ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറേ മത്സരങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോവായിരുന്നു. എന്നാലും ഒരു ചെറിയൊരു സങ്കടഘട്ടം തീർച്ചയായിട്ടും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് അതില്ലാതെ നമ്മുടെ ഫിനാലയിലേക്ക് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമായതുകൊണ്ട് അതില്ലാതെ പറ്റില്ല. എന്തായാലും മിയ അവിടെ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ഒരു ഡിസിഷനിൽ എത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പം 2 ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സോ സെമി ഫൈനൽ റൗണ്ട്സ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. നിങ്ങൾ സെമി ഫൈനലിൽ വന്ന് നമ്മൾ തന്ന റൗണ്ട്സ് എല്ലാം വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തു. ഇനി നമ്മൾ ഫിനാലെ പെർഫോമൻസിലേക്ക് കടക്കുന്ന ഫാമിലി ആ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഒരാളായിരിക്കും ഫിനാലേക്ക് പോവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് മിയയോട് ചോദിക്കാം. മിയ പ്ലീസ്. ഓക്കെ, അപ്പൊ നമ്മളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് ആര് പോകുമെന്ന് അറിയാനുള്ള ഒരു സമയമായിട്ടുണ്ട്. എങ്ങനെയാണ്, നിങ്ങൾ കോൺഫിഡന്റ് ആണോ? എങ്ങനെയാണ്? അറിയില്ല. എന്റെ ടീം നല്ല ടീമാണ്. അമ്മയോട് ചോദിക്കാം, അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും? ഇന്നാക്കായിരിക്കും. ഇഷ്ടപ്പെട്ടോ ഇവർ ചെയ്ത പെർഫോമൻസ് ഒക്കെ? അമ്മ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. അപ്പൊ മണിച്ചേട്ടന്റെ ഫാമിലി ചെയ്തതോ? അത് കുഴപ്പമില്ല, നല്ല. അപ്പൊ അവർ ഇന്നാക്കണ്ടേ? രണ്ടുപേരും ഇന്നാവാൻ പറ്റില്ലല്ലോ. എങ്ങനെ എന്തോ ആ രസം അങ്ങ് പിടിച്ചു പോയി അല്ലേ? ഇനിയില്ല, ഇനി നോ രസം, ഓൺലി കയ്പ്. അപ്പൊ അമ്മയുടെ ആഗ്രഹം, ഒരു ലോല ഹൃദയമായിട്ടുള്ള അമ്മയുടെ ആഗ്രഹമാണ് അത് പറഞ്ഞത്. ശരി, ഇനി നിങ്ങൾ എങ്ങനെയാണ് ആത്മവിശ്വാസത്തിന്റെ കാര്യം പറയൂ. എന്തിനായാലും നല്ലതും ചീത്ത ഏതൊരു കാര്യത്തിനുണ്ട്. നല്ലതിനെ തീർച്ചയായിട്ടും തെരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. നല്ലതും ചീത്തയുവിനെക്കാളും ഉപരി ആ സമയത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതും കൂടി ഒരു വലിയൊരു ഘടകമാണ്. അതെ, കാരണം ഇന്നത്തെ നിങ്ങളുടെ സെമി ഫൈനൽ പെർഫോമൻസുകളിൽ നിങ്ങൾ എന്ത് ചെയ്തു, അതിനേക്കാളും ബെറ്റർ ആയിട്ട് എന്ത് ചെയ്തു ഇവരിൽ നിന്ന് എന്ത് നിങ്ങൾ വ്യത്യാസമായി. പക്ഷെ എല്ലാവരും സൂപ്പർ ഫാമിലി ആയതുകൊണ്ട് തന്നെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. പക്ഷെ ഈ സൂപ്പർ ഫാമിലിയിൽ തന്നെ സൂപ്പർ 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 എന്ന് പറയുന്ന ഒരു ചെറിയ വ്യത്യാസങ്ങളിലായിരിക്കും നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് ഒരാളെ തെരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ തന്നെയാണെങ്കിലും നിങ്ങൾ 2 ഫാമിലീസും ഇവിടെ ഈ ഫ്ലോറിൽ ഇപ്പൊ ഈ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ നിങ്ങൾ നല്ല കാര്യങ്ങൾ നമ്മളെ മുമ്പ് ചെയ്ത് കാണിച്ചത് കൊണ്ടാണ്. നിങ്ങളുടെ ആ അടിപൊളി ഒരു പെർഫോമൻസുകൾ പലത് കണ്ടിട്ട് നമ്മൾ ചൂസ് ചെയ്താണ് നിങ്ങളിപ്പോൾ ഈ ലെവലിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്താ പറയുന്നത്, നമ്മൾ ഒരെണ്ണം മോശമാണ് ഒരെണ്ണം നല്ലതാണ്, നമ്മൾ അങ്ങനെ അല്ല. നമ്മളൊരു ഫാമിലി ആയിട്ട്, ഒരു ഫാമിലി ഓറിയന്റഡ് ഒരു ഷോ ആയതുകൊണ്ട് തന്നെ ഫാമിലിയുടെ ബോണ്ടിങ് എങ്ങനെയാണ്, അത്തരം കുറേ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ്. ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ മുമ്പിൽ നിർത്തിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ എല്ലാ പെർഫോമൻസിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ജഡ്ജ് ചെയ്യുക എന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒന്നും ഇന്നിപ്പോ ഇവിടെ അതെ ചീത്ത നല്ലതെന്ന് നമുക്ക് അങ്ങനെ പറയാനില്ല. നിങ്ങൾ എല്ലാ പെർഫോമൻസുകളും ഇവിടെ എന്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും ഒരു ഷോ ആയതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഒരാളെ നമുക്ക് ഒന്ന് മാറ്റി നിർത്തേണ്ടി വരും, മറ്റേയാളെ നമുക്കൊന്ന് അടുത്ത ലെവലിലേക്ക് വിടേണ്ടി വരും. അത് നമുക്ക് ഒഴിവാക്കാനാവില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു ഫാമിലീനെ നമ്മൾ സെലക്ട് ചെയ്ത് അടുത്ത ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. ഫിനാലയിലേക്ക്, സൂപ്പർ ഫാമിലിയുടെ ഫിനാലയിലേക്ക് അടുത്തൊരു ഫാമിലീനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ അതിന് ടൈം ആയിരിക്കുകയാണ്.
അപ്പോ ഇനി അധികം വലിച്ചു നീട്ടൊന്നും വേണ്ട. സൂപ്പർ ഫാമിലിയുടെ ഫിനാലയിലേക്ക് കടക്കാൻ പോകുന്ന ആ ഫാമിലി അടിമാലി ബ്രദേഴ്സ്. Congratulations! അപ്പോൾ നമ്മുടെ ഒരു വടക്കൻ ഫാമിലി അവരുടെ ഗംഭീര പെർഫോമൻസുകൾ നമ്മൾ ആദ്യ റൗണ്ടുകളിലും നമ്മുടെ ഇപ്പോൾ സെക്കൻഡ് റൗണ്ടിലും ഒക്കെ കണ്ടു. എല്ലാ പ്രേക്ഷകരുടെയും ഇഷ്ടം അവർ സമ്പാദിച്ചു. അടുത്ത ഒരു റൗണ്ടിലേക്ക് എന്നുള്ള രീതിയിൽ ഇപ്പോൾ അവർ നമ്മുടെ അടുത്ത് നിന്ന് ടാറ്റ ബൈ ബൈ പറയാണ്. ഇനി നമ്മൾ വേറെ ഒരുപാട് സ്റ്റേജുകളിൽ നിങ്ങളെ കണ്ടുമുട്ടാൻ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കും ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ കരിയർ പാട്ടായിക്കോട്ടെ, മിമിക്രി ആയിക്കോട്ടെ, ചേച്ചിയൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു. ഇനിയും എന്തെങ്കിലും അവസരം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നമ്മളുടെ കൂടി ഒരു ഇൻപുട്ട് കൊടുത്തിരിക്കണം. എനിക്കിനി പറ്റില്ല എന്നുള്ളൊരു ആ ഇൻഹിബിഷൻ മാറി കിട്ടിയല്ലോ. അപ്പൊ പറ്റും എന്ന് തെളിയിച്ച സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ എന്തായാലും നമ്മുടെ വക ഒരു സൂപ്പർ ഫാമിലിയുടെ ഒരു സ്നേഹ സമ്മാനമുണ്ട്. അത് ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ, നമ്മുടെ ഫാമിലി വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ ഒരു സ്നേഹ സമ്മാനമാണ്. സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആണ് ടീം എല്ലാവരും. യെസ്, അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകളൊക്കെ കണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഇപ്പം ടാറ്റ പറയാനുള്ള സമയമായിരിക്കാണ്. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. ഫിനാലയിലേക്ക് ഈ ഒരു ടീമിനെ കൊണ്ട് നമ്മൾ പോവുകയാണ്. ആൻഡ് ഈ ഒരു യാത്ര മുന്നോട്ട് ഇങ്ങനെ രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പെർഫോമൻസുകൾ നമുക്ക് കാണാനുണ്ട്. സോ കാത്തിരിക്കുക, ഞങ്ങളുടെ സൂപ്പർ ഫാമിലിയെ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ലവ് ഫ്രം ഫാമിലി വെഡിങ് സെന്റർ സൂപ്പർ ഫാമിലി.